പ്രിൻഡു മഹാദേവിലേക്ക് എത്തി. പ്രിൻഡു, നേരത്തെ പ്രിൻഡു പറഞ്ഞല്ലോ, ഈഴവർക്ക് കിട്ടേണ്ട സംവരണം കൂടി മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ അനുവദിച്ചു കൊടുത്ത നീതികേട് മാറണമെന്ന് പറഞ്ഞു. ഞാനൊരു കണക്ക് പറയാം. അത് കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ ഉബൈദുള്ള MLA ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ സമർപ്പിച്ചിരിക്കുന്നൊരു കണക്കാണ്. ആ കണക്ക് പ്രകാരം നോക്കൂ, മൊത്തം സർക്കാർ ജീവനക്കാരിൽ 13.51% ഉദ്യോഗസ്ഥ പദവികളാണ് മുസ്ലിം വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത്. നോക്കൂ, അവർ പോപ്പുലേഷൻ്റെ 26.56% കേരളത്തിൽ മുസ്ലിം വിഭാഗം. അവർക്കുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് നേരെ പകുതിയാണ്, 13.51%. ഇതെവിടെയാണ് അവർ അനർഹമായിട്ട് ഈ സംവരണം കൊണ്ടുപോയത്? നമ്പർ 1. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈഴവരുടെ ഒരു കണക്ക് ഞാൻ പറയാം. ഈഴവരുടെ കണക്ക് പ്രകാരം ജനസംഖ്യയുടെ 22% ഈഴവർക്ക് മൊത്തം സർക്കാരിൻ്റെ ഉദ്യോഗ പദവികളിൽ 21.09% പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. ഇത് എയ്ഡഡ് കോളേജുകളുടേതടക്കമുള്ള പദവികൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. മുസ്ലിം വിഭാഗത്തിൻ്റെതും അവരവരുടേതായിട്ടുള്ള എയ്ഡഡ് കോളേജുകളുടെ പദവികൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ളതാണ്. നോക്കൂ, അപ്പോൾ ഇവിടെ അനീതി നടന്നിട്ടുണ്ട് എന്നുള്ളത് കേവലം RSSൻ്റെ ഒരു ഹിന്ദുത്വ പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ് താങ്കൾ ഇപ്പോൾ അവതരിപ്പിക്കുന്ന തിയറി. അത് കണക്കുമായി ഒരു പുലബന്ധവുമില്ല. പ്രിൻഡു മഹാദേവ്. അല്ല, ഞാൻ ഒരിക്കലും അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സ്പർദ്ധയ്ക്കോ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ളൊരു ഫാക്ടറാണ്. അങ്ങ് പറഞ്ഞതുപോലെ 5.2% സംവരണം എന്ന് പറയുന്ന സംവരണ അടിസ്ഥാനത്തിൽ കൊടുത്തതാണല്ലോ. സ്വാഭാവികമായിട്ട് ഇത് ബാക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് 1960കളിലും 70കളിലും 80കളിലും 90കളിലും 2000ത്തിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വിദ്യാഭ്യാസപരമായി പുരോഗതി നേടാത്തത് കൊണ്ട് അവർക്ക് അർഹമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിലേക്ക് അവർ വരാത്തതിന് ഈഴവ സമുദായം എന്ത് തെറ്റാണ് ചെയ്തത്? ആ സമുദായത്തിൻ്റെ ഈ ആനുകൂല്യങ്ങളെ അറ്റ് പ്രസന്റ് എടുത്തു കൊടുക്കുന്ന സംവിധാനത്തെയാണ് ഞാൻ സൂചന ചെയ്തത്. ആനുകൂല്യങ്ങളാണ് കേരളത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈഴവ റൊട്ടേഷൻ ഇല്ലില്ല. ഞാനൊരു സർക്കാർ സർവീസിൽ നിന്ന് വന്ന ആളല്ലേ. ഈഴവ റൊട്ടേഷനിലാണ് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ ഈഴവ റൊട്ടേഷൻ തന്നെ ഫില്ല് ചെയ്യണം. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അല്ല സാർ, ഞാനൊരു കാര്യം, ഒരു ബാക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാനൊരു സിമ്പിൾ ഉദാഹരണം അങ്ങയോട് പറയാം. ഇപ്പോൾ ഞാൻ അങ്ങയോട് ജാതി പറയാം. ഞാൻ ഒരു മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ വൈഫ് HSA മലയാളത്തിനകത്ത്, എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം അങ്ങോട്ട് പറയാമല്ലോ, HSA മലയാളത്തിനകത്ത് റാങ്ക് ലിസ്റ്റിനകത്ത് 76 ആയിരുന്നു വന്നത്. സ്വാഭാവികമായിട്ട് 13 അല്ലെങ്കിൽ 100-നകത്ത് 13 റിസർവേഷൻ കിട്ടുന്നതാണ്. അതേസമയത്ത് ആ ലിസ്റ്റിനകത്തുള്ള 156 പേരിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും കിട്ടിയില്ല സാർ. അതേസമയത്ത് തന്നെ സപ്ലി ലിസ്റ്റിനകത്തുള്ള മുസ്ലിം 17-അടക്കം അവിടെ ചെയ്തു, അക്കൗണ്ടന്റ് ജോലി കൊടുത്തു. ആ അനീതിയാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അത് നേരത്തെയുള്ള റൊട്ടേഷന്റെ ഭാഗമായിട്ട് വരുന്ന തുടർച്ചയല്ലേ? അത് അതേ കാറ്റഗറിയിൽ അവിടെ ഫില്ല് ചെയ്യാതെ കിടന്നതല്ലേ? അത് അവർക്കല്ലേ സ്വാഭാവികമായിട്ടും തുടർച്ചയാവുക. അല്ല, ഞാൻ പറയുന്നത് അതിന് മുമ്പ് അവിടെ ഈഴവ റൊട്ടേഷനിൽ ബാക്ക്ലോഗ് ഇല്ലാതെ പോയത് എങ്ങനെയാ മുസ്ലിം വിഭാഗത്തിന്റെ ഒരു പ്രശ്നമായി തീരുക? അല്ല, അതെങ്ങനെ ഇപ്പോഴത്തെ പുതിയ ലിസ്റ്റിനകത്തുള്ള ഈഴവ സമുദായത്തിന്റെ സംവരണം എടുത്ത് കൊടുക്കുന്നത് എന്തിനാ? അല്ലല്ല, നമുക്ക് ഒരു പുതിയ ലിസ്റ്റ്, ഇതൊരു തുടർച്ചയല്ലേ? ഒരു സർക്കാർ സർവീസിലെ ഉദ്യോഗസ്ഥ നിയമനം ഒരു തുടർച്ചയാണ്. അപ്പൊ ഈ വർഷത്തെ സർവീസ് എടുത്തിട്ട് നമ്മൾ 76ാമതുള്ള ഒരാൾക്ക് 13ാമത് കിട്ടാൻ ഇരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ആ റൊട്ടേഷൻ സ്ലോട്ട് എടുക്കുന്നത് 100 സീറ്റുകൾ എന്ന മട്ടിലല്ലേ എടുക്കുക? ആ 100 സീറ്റുകൾ എന്ന മട്ടിലെടുക്കുമ്പോഴല്ലേ ഇത് സംഭവിക്കുക? 20 സീറ്റുകളുടെ ഒരു യൂണിറ്റ് എടുത്താൽ അത് സംഭവിക്കുന്ന റൊട്ടേഷനാണ് വരിക. നമുക്ക് അതിലേക്ക് പോയി ചർച്ച സാങ്കേതികമാക്കേണ്ടതില്ല. ഞാൻ അങ്ങ് സൂചിപ്പിച്ച കണക്കുകൾ ഇവിടെ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് അനർഹമായിട്ടുണ്ടായിട്ടില്ല എന്ന് പറയാനാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. അവർക്ക് ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട 26% പകുതി മാത്രമാണ് പ്രാതിനിധ്യമുള്ളത്. ഈഴവ സമുദായത്തെ സംബന്ധിച്ച് 22%-ഓളമുള്ള അവരുടെ പോപ്പുലേഷനിൽ 21.05% പ്രാതിനിധ്യമുണ്ടെന്ന് സർക്കാർ കണക്ക് തന്നെ, രേഖകൾ തന്നെ പറയുന്നു. ഞാൻ ആ കണക്കേ പറഞ്ഞുള്ളൂ. നമുക്ക് തൽക്കാലം അത് അവിടെ വിടാം. തിരിച്ച് നമ്മൾ ചർച്ചയിലേക്ക് എത്തിയാൽ ഇത് ബീഹാർ തിരഞ്ഞെടുപ്പിനെ മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം വിശദമായി. കാരണം ഞാൻ അതിലേക്ക് നമ്മളുടെ വിഷയം പൊതുവായിട്ടുള്ള ജാതി സെൻസസ് ആയതുകൊണ്ട് കേരളത്തിലെ ജാതി സെൻസസ് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാൻ പ്രിൻഡു. അത് ആഴത്തിൽ പരിശോധിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിയ സ്ഥിതിക്ക് ഇതൊക്കെ പരിശോധിക്കപ്പെടട്ടെ. മതാടിസ്ഥാനത്തിലുള്ള സംവരണം എങ്ങനെയാണ് വരുന്നത്? അത് നിലവിലുള്ള കാസ്റ്റ് സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നിലനിൽക്കുമോ? ഈ ചർച്ചകളൊക്കെ പുറത്തു വരട്ടെ. പ്രിൻഡു, എൻ്റെ ചോദ്യം ഇതാണ്. ഇത് നിലവിൽ ഈ ജാതി സെൻസസുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അത് എന്തുകൊണ്ടാണ് ഈ സമയം നിങ്ങൾ തിരഞ്ഞെടുത്തത്? അതിനൊരു വിശദീകരണം ഇതുവരെയും കിട്ടിയിട്ടില്ല പ്രിൻഡു. അല്ല,
അങ്ങനെയല്ലല്ലോ സാർ. അങ്ങനെ സാർ അങ്ങനെ പഹൽഗാമുമായിട്ട് ജാതി സെൻസസിനെ നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടതില്ല. ഈ രാജ്യത്ത് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായി സെൻസസ് നടക്കാൻ പോകുന്നു. ആ സെൻസസിനൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ ഒരു പൊതു ആവശ്യം എന്ന രീതിയിൽ ഒരു ജാതി സെൻസസ് നടക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ജാതി തിരിവിനെയും Debate with Dr. Arun Kumar.